Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. Sunitha Furniture, Tavakara, Kannur since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജില്ലാ നിയമസേവന അതോറിറ്റി നിയമസഹായ ക്ലിനിക്ക് പയ്യന്നൂർ കോടതി സമുച്ചയത്തിൽ ആരംഭിച്ചു. സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നിടത്താണ് നീതിന്യായ വ്യവസ്ഥയുടെ നിലനിൽപ്പെന്ന് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. പയ്യന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ പിടികൂടി. നിരോധിത വസ്തുക്കൾ പിടികൂടിയ സ്ഥാപനങ്ങൾക്കെതിരെ 10,000 രൂപ വീതം പിഴ. നടപടി കർശനമാക്കുമെന്ന് ആരോഗ്യ വിഭാഗം. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല. പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലടച്ച നടപടിക്കെതിരെയും കലക്ടറേറ്റ് മാർച്ചിൽ സ്ത്രീകളടക്കമുള്ള നേതാക്കളെ മർദ്ദിച്ചതിലും പ്രതിഷേധിച്ച്. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം. മുസ്ലിം ലീഗ് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സിന്റെ നേതൃത്വത്തിൽ ലീഗ് മാടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം. അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നിടത്താണ് നീതിന്യായ വ്യവസ്ഥയുടെ നിലനിൽപ്പെന്ന് കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. ജില്ലാ നിയമസേവന അതോറിറ്റി നിയമസഹായ ക്ലിനിക്ക് പയ്യന്നൂർ കോടതി സമുച്ചയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ നിയമസേവന അതോറിറ്റി നിയമസഹായ ക്ലിനിക്ക് പയ്യന്നൂർ കോടതി സമുച്ചയത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ ജനങ്ങളിൽ അർഹരായവർക്ക് ആവശ്യമായ നിയമസഹായം സൗജന്യമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമസഹായ ക്ലിനിക്ക് ആരംഭിച്ചത്. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പയ്യന്നൂരിൽ പുതിയ സംവിധാനം ആരംഭിച്ചത്. കണ്ണൂർ, തളിപ്പറമ്പ എന്നിവിടങ്ങളിലാണ് ഈ സംവിധാനം ഉണ്ടായിരുന്നത്. പയ്യന്നൂരിലും ആരംഭിച്ചതോടെ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് ഈ സംവിധാനം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നിടത്താണ് നീതിന്യായ വ്യവസ്ഥയുടെ യഥാർത്ഥ നിലനിൽപ്പെന്ന് തുടർന്ന് നടന്ന ചടങ്ങിൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഒരു കൊലക്കേസ് നടത്തുന്നത് മനസ്സാന്നിധ്യത്തോടും ഒരു ചിട്ടയോടും ഒരു സമർപ്പണ ബോധത്തോടും കൂടി നടത്തേണ്ട പരിപാടിയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ലീഗൽ കേസുകൾ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നിങ്ങൾ അതിന് അനുസരിക്കണം എന്നാണ് ഞാൻ ജൂനിയറായിട്ട് ഭാഷയിൽ പറയുന്നത്. നീതി ലഭ്യമാക്കി അവരെ കൂടി സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കണം. അതിന് ഇത്തരം നിയമസഹായ ക്ലിനിക്ക് വഴി കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്ന അഭിഭാഷകർ ഒരു കേസെങ്കിലും സാധാരണക്കാരായ ഒരാൾക്ക് വേണ്ടി സൗജന്യമായി വാദിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ജില്ലാ ജഡ്ജ് KT നിസാർ അഹമ്മദ് അധ്യക്ഷനായി. പയ്യന്നൂർ സബ് ജഡ്ജ് MS ഉണ്ണികൃഷ്ണൻ, പോക്സോ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് സ്പെഷ്യൽ ജഡ്ജ് R രാജേഷ്, പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK രവീന്ദ്രൻ, ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് VV മധുസൂദനൻ, വിൻസി ആൻഡ് പീറ്റർ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ ഒരു അഡീഷണൽ ജില്ലാ കോടതി സ്ഥാപിക്കാൻ കേരള ഹൈക്കോടതി ഫുൾ കോർട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ നടപടി ഉണ്ടായില്ലെന്ന് ഹൈക്കോടതി ജഡ്ജ് VP കുഞ്ഞികൃഷ്ണൻ. അനുമതി നേടിയെടുക്കാൻ കഴിയാത്തത് പയ്യന്നൂരിലെ അഭിഭാഷകരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂരിൽ അഡീഷണൽ ജില്ലാ കോടതി അനുവദിക്കാൻ ഹൈക്കോടതി ഫുൾ കോർട്ട് സർക്കാരിനോട് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ആവശ്യപ്പെട്ടത്. അടുത്ത മാർച്ച് മാസമാകുമ്പോൾ 1 വർഷം തികയും.
ഇക്കാര്യത്തിൽ സർക്കാരിൽ നിന്നും അനുമതി വാങ്ങിയെടുക്കാൻ കഴിയാത്തത് പയ്യന്നൂരിലെ അഭിഭാഷകരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പ്രശ്നമാണെന്നും ജസ്റ്റിസ് VP കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഇവിടുത്തെ ജനപ്രതിനിധികളുടെ പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. കാര്യം ഇതിനകത്ത് ഒരു ഹൈക്കോടതി ഫുഡ് ഒരു അഡീഷണൽ കോടതി ഇവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചാൽ ഇവിടുത്തെ അഭിഭാഷകരാണ് മുന്നിട്ടിറങ്ങേണ്ട അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇവിടെ വരുമ്പോൾ ഗവൺമെന്റിൽ നിന്ന് അതിൻ്റെ ഉത്തരവ് സംഘടിപ്പിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നേ എന്നെ വിളിക്കണം എന്നാണ്. ഇക്കാര്യത്തിൽ അഭിഭാഷകരാണ് ആദ്യം മുന്നിട്ടിറങ്ങേണ്ടത്. അടുത്ത തവണ പയ്യന്നൂരിലെത്തുമ്പോൾ സർക്കാരിൻ്റെ അനുമതി വാങ്ങിക്കാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂരിൽ ആരംഭിച്ച നിയമസഹായ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ പിടികൂടി. നിരോധിത വസ്തുക്കൾ പിടികൂടിയ സ്ഥാപനങ്ങൾക്കെതിരെ 10,000 രൂപ വീതം പിഴ ചുമത്തി. പയ്യന്നൂരിലെ പ്ലാസ്റ്റിക് വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ഹോൾസെയിൽ സ്ഥാപനമായ ജൂബിലി കോംപ്ലക്സിലെ ഗുഡ്വിൽ എന്റർപ്രൈസസിൽ നിന്നാണ് 21 കിലോ നിരോധിത പ്ലാസ്റ്റിക് കവറുകളും ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ, 25 ഗ്ലാസ് പാക്കറ്റ് എന്നിവ പിടികൂടിയത്. ചെറുകിട സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ബേക്കറികൾ, സ്റ്റേഷനറി സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും നിരോധിത വസ്തുക്കൾ പിടികൂടി. നിരോധിത വസ്തുക്കൾ പിടികൂടിയ സ്ഥാപനങ്ങൾക്കെതിരെ 10,000 രൂപ വീതം പിഴ ചുമത്തി. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ആദ്യ തവണ 10,000 രൂപ പിഴയും, കുറ്റം ആവർത്തിക്കുന്ന പക്ഷം 25,000 രൂപ മുതൽ 50,000 രൂപ വരെയും, തുടർന്ന് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ AV മധുസൂദനൻ അറിയിച്ചു. നമ്മുടെ ജൂബിലി കോംപ്ലക്സിനകത്തുള്ള ഷോപ്പിനകത്തു നിന്ന് 21 കിലോ നിരോധിച്ച പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചെടുക്കുകയും അത് ഓഫീസിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് അങ്ങോട്ടും ശക്തമായ പരിശോധന നടത്തുന്നതും കണ്ടെടുത്ത സ്ഥാപനങ്ങൾക്കെതിരെ പിഴയും പ്രോസിക്യൂഷൻ അടക്കമുള്ള ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുന്നതായിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലടച്ച നടപടിക്കെതിരെയും യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കലക്ടറേറ്റ് മാർച്ചിൽ സ്ത്രീകളടക്കമുള്ള യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ മർദ്ദിച്ച പോലീസിന്റെ നടപടിക്കെതിരെയുമാണ് ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിനു മുന്നിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലടച്ച പോലീസ് നടപടിക്കെതിരെയും യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കലക്ടറേറ്റ് മാർച്ചിൽ സ്ത്രീകളടക്കമുള്ള യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ പോലീസ് മർദ്ദിച്ചെന്നും ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിന് മുന്നിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നിന്ന് പുറപ്പെട്ട ഈ ജാഥ കണ്ണൂരിലെത്തുമ്പോഴേക്കും യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെയും ദേശത്തിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെയും വീടുകളിൽ പോയി അറസ്റ്റ് ചെയ്യാനാണ്. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഭരത് DP അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ A രൂപേഷ്, KP മോഹനൻ, പ്രശാന്ത് കോറം, KT ഹരീഷ്, KSU സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ആകാശ് ഭാസ്കർ, ദാമോദരൻ നമ്പൂതിരി, C അനിൽകുമാർ, ജിബിൻ പയ്യന്നൂർ, ഗോകുൽ ഗോപി, സനൂപ് മോഹൻ, പ്രകാശൻ മണിയറ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് മാടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. മാടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമം മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. നേതൃത്വത്തിൽ ഇതുപോലുള്ള ജനപ്രതിനിധികൾ മാത്രം പങ്കെടുക്കുന്ന പ്രതിഷേധ സംഗമങ്ങൾ നടക്കുകയാണ്. സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ പ്രസക്തിയെക്കുറിച്ചും അതിൽ ജനപ്രതിനിധികളും മുസ്ലിം ലീഗും ഉയർത്തുന്ന ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സഹീദ് കായിക്കാരൻ അധ്യക്ഷത വഹിച്ചു. MB കുഞ്ഞിക്കാദ്രി, SU റഫീഖ്, SK ആബിദ ടീച്ചർ, B മുഹമ്മദ് അഷ്റഫ്, PV അബ്ദുൽ ഗഫൂർ, ഒഡീൽ റഷീദ, KV റിയാസ്, സമദ് ചൂട്ടാട്, K ആലിക്കുഞ്ഞ്, K ഹംസക്കുട്ടി, A ബീരാൻ, വഹീദ SKP, ആയിഷ B ഒടിയിൽ, മുക്കോലിക്കൽ റഫീഖ്, BS അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
കോയിപ്രയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്ന MV ഗോപാലൻ നായരുടെ 9ാമത് ചരമവാർഷിക ദിനാചരണം നടന്നു. ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കോയിപ്രയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്ന MV ഗോപാലൻ നായർ 9ാം ചരമവാർഷിക ദിനാചരണം ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. 4 സൈനിക സേവനം നടത്തിയിട്ടുള്ളവരെയാണ് ഇവിടെ നമ്മൾ ആദരിച്ചത്. അതിലൊരാളുടേതാണ് പ്രത്യേകതയുള്ള സൈനിക സേവനം. അത് 10 മാസം മാത്രം പ്രായമുള്ളൊരു സേവനഘട്ടമാണെന്ന് പറഞ്ഞാൽ പരിശീലനം തന്നെ പൂർത്തിയാവുന്നതിന് മുൻപ്. ചടങ്ങിൽ വെച്ച് കോയിപ്ര അനട്ടി പ്രദേശത്തെ വിമുക്ത ഭടന്മാരായ M രാഘവൻ നായർ, P ബാലരാജൻ, നിധിൻ പവിത്രൻ, KC കുഞ്ഞിരാമൻ, പ്രദേശത്തെ സംസ്ഥാന കലോത്സവ വിജയികളായ ശ്രീരഞ്ജന സുരേഷ്, ദിയ നന്ദരാജ് എന്നിവരെ ആദരിച്ചു. CV അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KB ബാലകൃഷ്ണൻ, TR രാമചന്ദ്രൻ, M രാധാകൃഷ്ണൻ, CC കുഞ്ഞിരാമൻ, KV ഗൗരി, KV കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പുതിയങ്ങാടിയിൽ കല്ലേൻ പൊക്കുടന് കണ്ടലുകളുടെ സ്മൃതിവനം ഒരുങ്ങുന്നു. പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ്, കല്ലേൻ പൊക്കുടൻ മാംഗ്രൂവ് ട്രീ ട്രസ്റ്റ്, ഫാൽക്കൺ ക്ലബ്ബ് ചൂട്ടാട് എന്നിവരുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി പ്രവർത്തകനായ കല്ലേൻ പൊക്കുടന് പുതിയങ്ങാടി ചൂട്ടാട് കടപ്പുറത്ത് ഒരുങ്ങുന്ന സ്മൃതിവനത്തിന്റെ പ്രഖ്യാപനം കണ്ണൂർ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജോസ് മാത്യു നിർവഹിച്ചു. പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിലാണ് പുതിയങ്ങാടി ചൂട്ടാട്ട് തീരത്ത് കല്ലേൻ പൊക്കുടന്റെ ഓർമ്മയ്ക്കായി സ്മൃതിവനം ഒരുക്കുന്നത്. 1997 അദ്ദേഹം വച്ചുപിടിപ്പിച്ച കണ്ടൽ ചെടികൾ ഇന്ന് ചൂട്ടാട്ട് പാർക്കിനോട് ചേർന്ന് ഒരു ജൈവ മതിലായി രൂപപ്പെട്ടത് സന്ദർശകരുടെ ശ്രദ്ധയാകർഷിക്കുന്ന കാഴ്ചയാണ്. കൂടാതെ പഴയങ്ങാടി മാർക്കറ്റിനു സമീപമുള്ള കണ്ടൽ തുരുത്തും കവ്വായി തുരുത്തിനു സമീപം കല്ലുംപുറത്ത് മനോഹരമായ കണ്ടൽ കാടുകളും മടക്കര, പാലക്കോട്, തലശ്ശേരി, മാഹി എന്നിവിടങ്ങളിൽ പൊക്കുടൻ നട്ടുവളർത്തിയ കണ്ടൽ കാടുകളും ഇന്ന് വലിയ പച്ചത്തുരുത്തുകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ നാട്ടുകാരുടെ മുൻകൈയിൽ ഒരു സ്മൃതിവനം ഒരുങ്ങുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വരാൻ പോകുന്ന ഭീഷണികളെ നേരിടാൻ കല്ലേൻ പൊക്കുടന്റെ പ്രവർത്തനങ്ങൾക്ക് സുനാമി ബാധിത തീരദേശ ഗ്രാമമായ ചൂട്ടാട് തുടർച്ചയുണ്ടാക്കുകയാണ്. ഭ്രാന്തൻ കണ്ടൽ ഇനത്തിൽപ്പെട്ട 700ഓളം ചെടികളാണ് 50ഓളം സ്കൂൾ കുട്ടികളും ട്രസ്റ്റ് അംഗങ്ങളും ക്ലബ്ബ് പ്രവർത്തകരും ചേർന്ന് ആദ്യമായി വച്ചുപിടിപ്പിച്ചത്. 6000 കണ്ടലുകൾ നട്ടുപിടിപ്പിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സ്മൃതിവനത്തിന്റെ പ്രഖ്യാപനം കണ്ണൂർ വനം വകുപ്പ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജോസ് മാത്യു നിർവഹിച്ചു. ഏകദേശം 6000ഓളം കണ്ടൽ തൈകൾ 2 മാസം മുമ്പ് നിങ്ങൾ ഈ ചൂട്ടാട് കടപ്പുറത്ത് നട്ടുവളർത്തും. അത് ഇലകളൊക്കെ വന്ന് വലിയൊരു ആഭരണമായിട്ട് മാറുവാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. PTA പ്രസിഡന്റ് M ഹമീദ് അധ്യക്ഷത വഹിച്ചു. സിംഗപ്പൂർ സ്വദേശിയും ലണ്ടനിലെ താമസക്കാരനും പരിസ്ഥിതി സ്നേഹിയുമായ ഐസക് ഫൂവ മുഖ്യാതിഥിയായി പങ്കെടുത്തു. So this is my second visit. I was here last April first time. Then I'm here again. And I think this year I'll come more often. Thank you. Yeah. But I'm sure within the local community here, you have a lot of people with knowledge. ഇക്കോ ക്ലബ്ബ് കൺവീനർ PV സുധീർ കുമാർ പദ്ധതി വിശദീകരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ S സുബൈർ, പഞ്ചായത്ത് അംഗം സമദ് ചൂട്ടാട്, പ്രിൻസിപ്പൽ CC ജ്യോതി, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ V ജയപ്രകാശ്, B ജിഷ ബാലകൃഷ്ണൻ, P ആനന്ദൻ, VP മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടൽ വനം നടാൻ സഹായം നൽകിയ തമ്പിലാൻ കണ്ണൻ, തെക്കൻ ലാസർ, കളത്തിൽ മേരി, നിരീച്ചൻ റോസി, ചെല്ലരിയൻ റിജി, T ശോഭ, കൊയിലേരിയൻ ജെസി, പനയൻ വത്സ എന്നിവരെ ചടങ്ങിൽ വച്ച് ഐസക് ഫ്യൂവ ആദരിച്ചു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ VV പ്രകാശൻ, V രതീശൻ, ഷാജി സെബാസ്റ്റ്യൻ, TP മുസ്തഫ, KN ഗീത എന്നിവർക്കുള്ള ആദരവിന്റെ വേദി കൂടിയായി മാറി ചടങ്ങ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി പയ്യന്നൂർ നഗരസഭ LP വിഭാഗം സർഗോത്സവം പെരുമ്പ GMUP സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു.
പയ്യന്നൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി പയ്യന്നൂർ നഗരസഭ LP വിഭാഗം സർഗോത്സവം പെരുമ്പ GMUP സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലറും സംഘാടക സമിതി ചെയർമാനുമായ ഇക്ബാൽ പോപ്പുലർ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ AEO PP രത്നാകരൻ, പയ്യന്നൂർ SSK BPC KC പ്രകാശൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഹെഡ്മാസ്റ്റർ CM വിനയചന്ദ്രൻ, വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ TV സ്മിത, SMC ചെയർമാൻ MV ബൈജു, T നിഷ, K അനീഷ് ബാബു, V പ്രമോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കഥ പറയൽ, കടങ്കഥ, കഥാരചന, ചിത്രരചന, കുട്ടി കവിതാലാപനം തുടങ്ങിയവ ശില്പശാലയിൽ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വെങ്ങര ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം മഹോത്സവത്തിലെ വളണ്ടിയർമാർക്കുള്ള ക്യാമ്പ് ക്ഷേത്രത്തിൽ നടന്നു. പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വെങ്ങര ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായാണ് വളണ്ടിയർമാർക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്ഷേത്ര പരിസരത്ത് നടന്ന ക്യാമ്പ് പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 2024 ജനുവരി 27 മുതൽ 30 വരെയാണ് പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ഡോക്ടർ V വിശ്വൻ വളണ്ടിയർമാർക്കുള്ള ആരോഗ്യ നിർദ്ദേശങ്ങൾ നൽകി. ഉത്സവ ആഘോഷ കമ്മിറ്റി ചെയർമാൻ വിനോദ് ചന്ദ്രൻ അധ്യക്ഷനായി. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ TV കുഞ്ഞിരാമൻ, കക്കോപ്രവൻ മോഹനൻ, TV സുബകൻ മാസ്റ്റർ, ഗീതാമണി ടീച്ചർ, KV ദിനേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പാലിയേറ്റീവ് വാരാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടി നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് വാരാചരണത്തിന്റെ ഭാഗമായി സാന്ത്വന സന്ദേശം, പൊതുസമ്മേളനം എന്നിവ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന സ്പർശം വീട്ടിൽ നിന്ന് തുടങ്ങാം എന്ന വിഷയത്തിൽ VK സുരേഷ് ബാബു പ്രഭാഷണം നടത്തി. ഡോക്ടർ VC രവീന്ദ്രൻ അധ്യക്ഷനായി. A മഹേഷ്, MP സതീഷ് കുമാർ, PV നാരായണൻ, TV ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഗോൾഡൻ ജൂബിലി ആഘോഷം സംഘാടക സമിതി രൂപീകരണ യോഗം ജനുവരി 18 വ്യാഴാഴ്ച വൈകുന്നേരം 3:30 പയ്യന്നൂർ ചേംബർ ഹാളിൽ ചേരും. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം പയ്യന്നൂർ KSTA ഹാളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം KSTA ഹാളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KPPA പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K രാമകൃഷ്ണൻ അനുസ്മരണ ഭാഷണം നടത്തി. TN ചന്ദ്രൻ, K കൃഷ്ണൻ, P ഭാസ്കരൻ എന്നിവർ ആദരിക്കൽ നിർവഹിച്ചു. K ശശീന്ദ്രൻ, KV കൃഷ്ണൻ, TP ശശിധരൻ, M ഗോവിന്ദൻ, EV രാജേന്ദ്രൻ, K രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 2011 ഏപ്രിൽ 1 മുൻപ് വിരമിച്ച മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും ട്രെയിനിംഗ് പീരീഡിന്റെ ആനുകൂല്യം ലഭിക്കാൻ നടപടി സ്വീകരിക്കുക. 2009 ജൂലൈ 1 മുതൽ 2013 ജൂൺ 30 വരെ വിരമിച്ച മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും 4ാം ഗ്രേഡിന്റെ ആനുകൂല്യം ലഭിക്കുവാൻ നടപടി സ്വീകരിക്കുക. 11ാം ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി ലഭിക്കാനുള്ള DA കുടിശ്ശിക അനുവദിക്കുക. വെൽഫെയർ ബ്യൂറോയിലെ അപാകതകൾ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുക. മെഡിസിപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ജനുവരി 18 സമാപിക്കും. ജനുവരി 12 ആരംഭിച്ച പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളാണ് നടന്നുവരുന്നത്. ക്ഷേത്രം വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കപില മഹർഷിയുടെ സാന്നിധ്യം കൊണ്ട് പ്രസിദ്ധമായ അതിപുരാതന ക്ഷേത്രമാണ് കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിൽ ജനുവരി 12 ആരംഭിച്ച ഉത്സവം 18 അന്നദാനത്തോടെ സമാപിക്കും. പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസങ്ങളിലും ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാസാംസ്കാരിക പരിപാടികളാണ് നടന്നുവരുന്നത്. സമാപന ദിവസം 10,000-ലധികം വരുന്ന ആളുകൾക്കായി നടക്കുന്ന അന്നദാനത്തിനുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്രം വനിതാ കൂട്ടായ്മ. സാമ്പാർ, കൂട്ടുകറി, പച്ചടി, അച്ചാർ തുടങ്ങിയ കറികളും പാൽപ്പായസവും അടക്കമുള്ള സദ്യയാണ് ഒരുക്കുന്നത്. ഒരു സാമ്പാർ, ഒരു കൂട്ടുകറി, ഒരു പച്ചടി, ഒരച്ചാർ, പിന്നെ എന്ന് വെച്ചാൽ പാൽപ്പായസം, പിന്നെ രസം ഓരോ എന്തെങ്കിലും എന്ന് വെച്ചാൽ കുറച്ച് അതും ആക്കും. കാരണം എന്ന് വെച്ചാൽ ഏകദേശം എന്ന് പറഞ്ഞാൽ 7 മുതൽ 10,000 ആൾ വരെയാണ് നമ്മളിപ്പോൾ കണക്ക് കൂട്ടുന്നത്.
അതിന് വേലയുണ്ടെങ്കിലും ഇന്ന് വരെ ഇവിടുന്ന് ആരും പിന്നെ ഭക്ഷണം കിട്ടാതെ തിരിച്ചു പോയില്ല. ഞങ്ങൾ വീണ്ടും ഉണ്ടാക്കിയിട്ട് കൊടുക്കലാണ് സാധാരണ. അക്ഷരശ്ലോക സദസ്സ്, ശ്രീഭൂതബലി, വൈകുന്നേരം 6 മണിക്ക് ഭക്തിഗാനസുധ, തുടർന്ന് നിറമാല, രാത്രിയിൽ നടക്കുന്ന തിടമ്പു നൃത്തം എന്നീ ചടങ്ങുകളോടെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനമാകുന്നത്. ഇവിടെ നടക്കുന്നതായിട്ടുള്ള ഉത്സവം 12 മുതൽ ആരംഭിച്ച ഉത്സവം 18-ന് അവസാനിക്കുന്നത് ഒരു അന്നദാനത്തോടു കൂടിയാണ്. ശരിക്കുള്ള ജനങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഫലമാണ് ഇവിടെ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതാണ്, ഇവിടെ സ്ത്രീകളുടെ കൂട്ടായ്മ നാളെ നടക്കുന്ന അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള ഉത്സവ സമാനമായിട്ടുള്ള പ്രവൃത്തി, അവരുടെ മനസ്സിലുള്ള സന്തോഷമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണപുരം മൊട്ടമ്മൽ പെരുന്തോട്ടം ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്രം ആണ്ടുതിറ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. ചെറുകുന്ന് കതിരവെക്കും തറയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു. കണ്ണപുരം മൊട്ടമ്മൽ പെരുന്തോട്ടം ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്ര ആണ്ടുതിറ കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ശിങ്കാരിമേളത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പ്രദേശത്തെ 100 കണക്കിന് ഭക്തജനങ്ങൾ അണിചേർന്നു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 18-ന് വിശേഷാൽ പൂജകളും വൈകിട്ട് 5:45-ന് ഓർപ്പഴശ്ശി വേട്ടയ്ക്കൊരു മകൻ കൊടുനാക്കില വാങ്ങലോടുകൂടി തെയ്യങ്ങൾ ആരംഭിക്കും. 18-ന് രാത്രി 8 മണി മുതലും 19-ന് ഉച്ചയ്ക്ക് 12:30 മുതലും ഭക്തജനങ്ങൾക്ക് പ്രസാദകൂട്ട് നടക്കും. ഓലച്ചൂട്ട് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ്. 19-ന് ഉച്ചയ്ക്ക് പുള്ളിവേട്ടയ്ക്കൊരു മകൻ പ്ലാവില തിരുമുടിയോടെ തെറയാട്ടം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നീലിയാർ ഭഗവതി ഗീതം സമർപ്പണം കണ്ണപുരം പെരുന്തോട്ടം നീലിയാർ ഭഗവതി ക്ഷേത്രത്തിൽ വച്ചു നടന്നു. പ്രശസ്ത നാടക നടൻ ഹരിദാസ് ചെറുകുന്ന് CD പ്രകാശനം നിർവഹിച്ചു. ഷൈൻ വെങ്കിടങ്ങ് വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. നീലിയാർ ഭഗവതിയെക്കുറിച്ചുള്ള ഭക്തിഗാനങ്ങൾ അടങ്ങിയ ഓഡിയോ CD പ്രകാശനം ചെയ്തു. ഏറെക്കാലം രാജ്യസേവനം ചെയ്ത കണ്ണപുരം മൊട്ടമലിലെ പ്രഭാകരൻ മുണ്ടേരിയാണ് രചനയും സംഗീതവും നിർവഹിച്ച് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. പാലങ്ങാടൻ പവിത്രൻ, ഉത്തമൻ, ചന്ദ്രൻ, മഹേഷ്, P. നാരായണൻ, ഷൈൻ വെങ്ങിട്, ബാബു തലശ്ശേരി, രാജേഷ് PV എന്നിവർ സംസാരിച്ചു. അതുകൊണ്ട് നാടകം കാണാൻ ഈ കൂടിയവരെല്ലാം അവിടെ ചെറുകുന്നിൽ വെക്കണം. കാരണം ഒരു പട്ടാളക്കാരൻ്റെ ദയനീയമായ കഥ പറയുന്ന ഒരു നാടകമാണ് കീർത്തിചക്ര എന്ന് പറയുന്ന നാടകം. അതിൽ നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പീഡിക സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ജനുവരി 18-ന് വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കും. പുഞ്ചക്കാട് തണൽ പുരുഷ സഹായ സംഘം വാർഷിക ജനറൽ ബോഡി യോഗം റാണിപുരത്ത് നടന്നു. ലക്ഷ്മണൻ മുട്ടിൽ, പ്രഭാകരൻ കുടുക്കിയിൽ, K. രവി M, പ്രമോദ് എന്നിവരെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ നിയമ സേവന അതോറിറ്റി നിയമസഹായ ക്ലിനിക്ക് പയ്യന്നൂർ കോടതി സമുച്ചയത്തിൽ ആരംഭിച്ചു. സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നിടത്താണ് നീതിന്യായ വ്യവസ്ഥയുടെ നിലനിൽപ്പെന്ന് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. പയ്യന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ പിടികൂടി. നിരോധിത വസ്തുക്കൾ പിടികൂടിയ സ്ഥാപനങ്ങൾക്കെതിരെ 10,000 രൂപ വീതം പിഴ. നടപടി കർശനമാക്കുമെന്ന് ആരോഗ്യ വിഭാഗം. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല. പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലടച്ച നടപടിക്കെതിരെയും കലക്ടറേറ്റ് മാർച്ചിൽ സ്ത്രീകളടക്കമുള്ള നേതാക്കളെ മർദ്ദിച്ചതിലും പ്രതിഷേധിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം. മുസ്ലിം ലീഗ് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സിന്റെ നേതൃത്വത്തിൽ ലീഗ് മാടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം. അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു.
ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.